ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഷുവർ ഷോട്ട് ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 12ാമത്തെ ക്ലാസ്സാണ്. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത് വെള്ളായണിയാണ്, തിരുവനന്തപുരം ജില്ല. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ് കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ഏത് പ്രശസ്ത എഴുത്തുകാരിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം? ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ്. അപ്പോൾ ആത്മകഥകൾ എന്നുള്ളൊരു ടോപ്പിക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ സിലബസിൽ, സാഹിത്യത്തിൽ. അപ്പോൾ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം. ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ ഗുസ്തി താരം ഹമീദ ബാനു ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ ഗുസ്തി താരം ഹമീദ ബാനു. നാലാമത്തെ ചോദ്യമാണ്, കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ആയിട്ട് മാറുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. എന്താണ്? കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ ഇന്ത്യയിൽ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് മാറുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. ഓക്കെ, G7 ഉച്ചകോടിയാണ് കേട്ടോ. 2024 50ാമത്തെ G7 ഉച്ചകോടിയാണ് നടക്കുന്നത്. അതിൻ്റെ വേദിയാകുന്നത് ഇറ്റലിയാണ്. ഇനി ആറാമത്തെ ചോദ്യം, ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്നത് ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ കൃതിയാണ്? ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ കൃതിയാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്? ഷെയ്ൻ വാട്സന്റെ ആണ്. അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്. ഓക്കെ, ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഷെയ്ൻ വാട്സന്റെ കൃതിയുടെ പേരാണ്, ആത്മകഥയല്ല, കൃതിയുടെ പേരാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യമാണ്, കുടുംബശ്രീ അംഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ നിലവിൽ വരുന്ന പദ്ധതിയാണ് എന്നിടം. ഓക്കെ, കുടുംബശ്രീ അംഗങ്ങളുടെ സർഗാത്മക കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വാർഡ് തലത്തിൽ നിലവിൽ വരുന്ന പദ്ധതിയാണ് എന്നിടം. 8th ക്വസ്റ്റ്യൻ ആണ്, മികച്ച ചലച്ചിത്രത്തിനുള്ള 2023 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയത് ആട്ടം എന്ന ചലച്ചിത്രത്തിനാണ്. മികച്ച ചലച്ചിത്രത്തിനുള്ള 2023 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിക്കുന്ന ചിത്രം ഏതാണ്? ആട്ടം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വെസ്റ്റ് നൈൽ പനി കാരണമുള്ള ആദ്യ മരണം 2024 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, വെസ്റ്റ് നൈൽ പനിന്ന് നമുക്കിപ്പോൾ കൂടുതൽ കാണാനുണ്ട് അല്ലേ. ഏതാണ്? ക്യുലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഇത് പരത്തുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെസ്റ്റ് നൈൽ പനി ബാധിച്ചിട്ടുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് 2024 എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ചോദിക്കാറുണ്ട്. രോഗകാരികൾ എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്ക് ബയോളജിയിൽ പഠിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ബേസിൽ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കോവിഡ് ആയാലും നിപ്പ ആയാലും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ആദ്യമായിട്ട് എവിടെ റിപ്പോർട്ട് ചെയ്തു, ആദ്യത്തെ മരണം എവിടെ, അങ്ങനെയുള്ള കുറേ വാക്സിനുകൾ, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി 10ാമത്തെ ചോദ്യമാണ്, 2024 ICC T20 ലോകകപ്പിൽ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ആണ്. 2024 ICC T20 ലോകകപ്പിൽ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് യുവരാജ് സിംഗ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ എല്ലാം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. എല്ലാ ദിവസവും 10 ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ റാങ്കിന് വളരെയധികം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. 100% ഉറപ്പാണ് കേട്ടോ. ഒട്ടും ഒഴിച്ചുകൂടാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പരീക്ഷ വരെ നമുക്കൊരു ഈ 10 ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഈ ഒരു ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 ചോദ്യം വെച്ച് പഠിച്ച് പോവുക. മറ്റുള്ള GK അതുപോലെ നോൺ GK ഒക്കെ നല്ല രീതിയിൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ റാങ്കിനെ നിശ്ചയിക്കുന്നത് ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ടോപ്പിക് വൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എൻ്റെ നേരത്തിനനുസരിച്ച് ഞാൻ ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്തു തരാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.